ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഞാനിന്നിവിടെ വന്നിരിക്കുന്നത് ഒരു ഗുലാബ് ജാമിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതെങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാമെന്ന് നോക്കിയാലോ? എന്നാൽ നമുക്ക് വീട്ടിലോട്ട് പോകാം. അതിനാവശ്യമായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 10 ബ്രെഡാണ്. അത് നമുക്ക് അതിൻ്റെ 4 സൈഡും ഒന്ന് കളഞ്ഞെടുക്കണം. അങ്ങനെ ഞാനിതേ എല്ലാ ബ്രെഡിൻ്റെയും 4 സൈഡിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ ചെറിയ ജാറിൽ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അതിനുശേഷം ബാക്കി എല്ലാ ബ്രെഡുകളും അതുപോലെ പൊടിച്ചെടുക്കാം. അതിനുശേഷം 1/2 കപ്പ് പാല് ആ പൊടിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് യോജിപ്പിച്ചെടുക്കണം. നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. അങ്ങനെ ഞാൻ ദേ ഇവിടെ അത് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത്, അതിനുശേഷം നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണയൊന്ന് തടകി കൊടുക്കുക. എന്നുവെച്ചാൽ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് അത് കയ്യിലൊന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് ചെറിയ ബോൾസാക്കി എടുത്ത് വെക്കുക. ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ ചെറിയ ഉരുളകളാക്കി നമുക്ക് മാറ്റി വയ്ക്കാം. അങ്ങനെ ഇതേ ഞാനിവിടെ എല്ലാം അതുപോലെ ചെറിയ ബോൾസാക്കി എടുത്തു വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് അതിൻ്റെ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് പഞ്ചസാരയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതിലോട്ട് നമുക്ക് 2.5 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചെറിയ തീയിലിട്ട് അതൊന്ന് മെൽറ്റാക്കി എടുക്കണം. അതിൻ്റെ കൂടെ തന്നെ 2 ഏലക്കയും കൂടെ നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം നല്ലൊരു ഫ്ലേവർ കിട്ടും. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. നല്ലതുപോലെ വെട്ടി തിളച്ചതിന് ശേഷം പിന്നെ ഒരു 2 മിനിറ്റ് കൂടെ നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഒരുപാട് കട്ടിയാവരുത്, ഒരുപാട് ലൂസും ആവരുത്, ചെറിയൊരു കട്ടി അത്ര മാത്രം മതി. അങ്ങനെ ദേ ഇവിടെ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അത് വേറൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ബ്രെഡുകൾ പൊരിക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ലതുപോലെ ചൂടായതിനു ശേഷം നമുക്ക് ഓരോ ബോൾസും നമുക്ക് അതിലോട്ടിട്ട് ചെറിയ തീയിലിട്ടത് പൊരിച്ചെടുക്കണം. ഫ്ലെയിം നല്ലതുപോലെ കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ ഉൾഭാഗമൊന്നും കറക്റ്റ് ആവില്ല, പെട്ടെന്ന് അത് കളർ ചേഞ്ച് ആവുകയും ചെയ്യും. അങ്ങനെ ദേ ഇതുപോലെ കളറായി വരുമ്പോഴത്തേക്ക് നമുക്കത് മാറ്റാം. അതുപോലെ ബാക്കിയെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. വേണ്ടേ, ഞാൻ ദേ ഇവിടെ എല്ലാം ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് നേരത്തെ എടുത്തു വെച്ച ഷുഗർ സിറപ്പിലോട്ട് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ദേ ഞാനിവിടെ എല്ലാം അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കാണാൻ തന്നെ നല്ല ഭംഗിയല്ലേ. അപ്പോൾ ടേസ്റ്റ് പറയണോ? അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു വിഭവം തന്നെ. നമ്മളിതൊരു 15 തൊട്ട് 20 മിനിറ്റ് വരെയെങ്കിലും ഷുഗർ സിറപ്പിലിട്ട് വെച്ചിരിക്കണം. അതിനുശേഷം മാത്രം എടുത്ത് കഴിക്കുക. അപ്പം ഷുഗർ സിറപ്പും ബ്രെഡിലോട്ടെല്ലാം ഇറങ്ങി നല്ലൊരു
ടേസ്റ്റിൽ നമുക്ക് കഴിക്കാൻ കഴിയും. അപ്പോൾ ഇത് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോഴെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.